ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നതാണ് HR ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ HR ജോബിനെ കുറിച്ചുള്ള കംപ്ലീറ്റ്ലി A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ ജോബിൻ്റെ കാര്യങ്ങൾ, സാലറി കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ HR ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ നെയിം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ആണ്, HR എന്നാണ്. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HR ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, കാരണം നമ്മൾ മാനേജ്മെന്റിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കമ്പനിയുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവും. ഇവരൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ പ്രോപ്പർ അറ്റൻഡൻസ്, ഇവരെ പേറോള്, അതേപോലെ ഇവരെ ടാലന്റ് മാനേജ്മെന്റ്, ഇവരെ റിക്രൂട്ട്മെന്റ്സ്, ഹയറിംഗ്, ഫയറിംഗ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ട്രെയിനിങ് ആയിക്കോട്ടെ, ഓൺ ബോർഡിംഗ് ആയിക്കോട്ടെ, ഇൻഡക്ഷൻ, ഇതൊക്കെ ചെയ്യുന്ന എല്ലാ പണികളും ഡീറ്റെയിൽ ആയിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ ഈ ജോബ് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, അത്രത്തോളം ഇതിന് ജോലി സാധ്യതയുള്ള ജോബാണിത്. അപ്പോൾ നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് നമുക്ക് MBA വേണോ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് ഈ HR ജോബിലേക്ക് MBA നമുക്ക് കമ്പൽസറി അല്ല. നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഡിപ്ലോമ കോഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാം. അല്ലാതെ നിങ്ങൾക്ക് MBA കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താക്കാം, ജോബിലേക്ക് കയറാം. അപ്പോൾ നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ക്വസ്റ്റ്യൻ, കുട്ടിക്കൊന്നും പ്രാക്ടിക്കൽ നോളജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് HR ജോബാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, പ്രാക്ടിക്കൽ നോളജ് വേണം. കാരണം നമ്മളിപ്പോൾ ഡിഗ്രി പഠിച്ചു, നിങ്ങൾ PG പഠിച്ചു, നിങ്ങൾ എന്തുണ്ടാക്കി ഡിഗ്രിയും PGയും പഠിച്ച സമയത്ത് ഒരുപാട് തിയറി നോളജ് അല്ലാതെ നിങ്ങൾ പ്രാക്ടിക്കൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അവിടെ ആൻസർ നിങ്ങളുടെ എന്തായിരിക്കും, ഇല്ല എന്നല്ലേ, തിയറി എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെയും പ്രശ്നം. നമ്മൾ HR ജോബിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ഹയറിങ് മുതൽ ഒരാൾ നമ്മളെ കമ്പനി എക്സിറ്റ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ്ലി ചെയ്ത് പഠിക്കണം. എക്സൽ പഠിക്കണം, ഗൂഗിൾ ഷീറ്റ് പഠിക്കണം, റിക്രൂട്ട്മെന്റ്സ് പഠിക്കണം, ഹയറിംഗ് പഠിക്കണം, സെലക്ഷൻസ് പഠിക്കണം, ഓൺ ബോർഡിങ്, ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ചെയ്ത് പഠിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ വെറുതെ നമ്മൾ കണ്ണ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന തിയറി നോളജ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സജഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കൊല്ലം അല്ലെ, ഒരുപാട് ഫീസുള്ള എമൗണ്ട് ഉള്ളത് പഠിക്കുക എന്നുള്ളതല്ല. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് അനുസരിച്ച് ഒരുപാട് സ്റ്റുഡൻസിന് നിങ്ങളൊക്കെ മെൻറ്റാലിറ്റി ഉണ്ടാവുക, ഒരു 2 ലക്ഷം ഫീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വലുതായിരിക്കും, ഒരു 20,000, 50,000, 60,000 ഫീസുകൾ കൊടുത്ത് അവിടെ കുറവായി എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. നമ്മൾ ഫീസ് നോക്കിയിട്ടല്ല ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യണം, കുറേ കണ്ടീഷൻസ് നോക്കണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻസ് ആണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടിക്ക് അവിടെ ജോബ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യണം. രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പോ പ്ലേസ്മെന്റോ നിങ്ങൾക്ക് തരുമോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, അവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് ഫോം പിടിച്ച് ചോദിക്കണം, അവിടുത്തെ ക്ലാസ് എങ്ങനെയാണ്, അവിടെ പ്രാക്ടിക്കൽ ഉണ്ടോ. മിക്ക ആൾക്കാർ ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഏറ്റവും വലിയ സ്ഥലത്ത് അങ്ങ് ജോയിൻ ചെയ്യുന്നിട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഫേസ് ചെയ്തില്ല, കുട്ടികളൊക്കെ നമ്മൾ വിഷമത്തിൽ പറയാറുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ പെട്ടുപോയി, എന്താ ഇപ്പോൾ ചെയ്യുക, അല്ലെ നിങ്ങളുടെ സജഷൻസ് പറഞ്ഞ് നമ്മൾ ഇനി പുതിയതായിട്ട് പഠിക്കണോ, അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് ഒന്നുകൂടി HR കോഴ്സ് പഠിക്കണോ, എന്താ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഉള്ളോട്ട് പഠിക്കുക. അതിന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽ ഫ്ലൈ എന്നുള്ള അക്കാദമിയാണ്. കാരണം ഞാൻ സ്കിൽ ഫ്ലൈയിലാണ് കറന്റ് HR ആയിട്ടും, കാരണം എൻ്റെ പ്രൊഫഷൻ തന്നെ HR എക്സ്പേർട്ട്, HR ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് അറൗണ്ട് 5 years ആയിട്ട് ഇപ്പോൾ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ ആൻഡ് കമ്പനിയുണ്ട്, കമ്പനീൻ്റെ കാര്യങ്ങളൊക്കെ HR റിലേറ്റഡ് ആയിട്ട് ഞാൻ മോണിറ്റർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും, നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കൽ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറ്റും. കാരണം അത് ഞാൻ വെറുതെ ഈ PG ഡിഗ്രിയോ കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതല്ല. കാരണം നമ്മളൊക്കെ എടുക്കുന്നത് ഓരോ ഓൺട്രപ്രണേഴ്സും എക്സ്പേർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ടുകളായിരിക്കും നിങ്ങൾ ക്ലാസ് എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം ആഗ്രഹമുള്ള, നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം, ആ മൈൻഡ് സെറ്റുള്ള കുട്ടികൾ മാത്രമേ നമ്മൾ ഇവിടേക്ക് എടുക്കാറില്ല. അല്ല വെറുതെ വന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ ഇവിടെ എടുക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം നിങ്ങൾക്ക് ഫർദർ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അപ്പം ശരി, താങ്ക് യു.